പ്രിയമുള്ളവരെ, വചനജ്വാല 1636 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഫെബ്രുവരി 22 ഞായറാഴ്ച, ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൊൻസുദിനത്തിൽ എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മളിന്ന് 50 നോമ്പിന്റെ 7ാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ ജെറമിയായുടെ പുസ്തകം 15ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. യൂദായ്ക്ക് നാശം. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മോശയും സാമുവേലും എൻ്റെ മുൻപിൽ നിന്ന് യാചിച്ചാൽ പോലും ഈ ജനത്തിൻ്റെ നേർക്ക് ഞാൻ കരുണ കാണിക്കുകയില്ല. എൻ്റെ മുൻപിൽ നിന്ന് അവരെ പറഞ്ഞയക്കുക, അവർ പോകട്ടെ. എങ്ങോട്ടാണ് പോകുക എന്ന് അവർ ചോദിച്ചാൽ നീ അവരോട് പറയണം, കർത്താവ് അരുളി ചെയ്യുന്നു, മഹാമാരിക്കുള്ളവർ മഹാമാരിയിലേക്ക്, വാളിനുള്ളവർ വാൾത്തലയിലേക്ക്, പട്ടിണിക്കുള്ളവർ പട്ടിണിയിലേക്ക്, അടിമത്തത്തിനുള്ളവർ അടിമത്തത്തിലേക്ക്. കർത്താവ് അരുളി ചെയ്യുന്നു, 4 തരം വിനാശകരെ ഞാൻ അവരുടെ മേൽ അയക്കും. വധിക്കാൻ വാൾ, പിച്ചി ചീന്താൻ നായ്ക്കൾ, കടിച്ചു കീറാനും നശിപ്പിക്കാനും ആകാശപ്പറവുകളും ഭൂമിയിലെ ഹിംസ്ര ജന്തുക്കളും. ഞാൻ അവരെ ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ബീഭത്സ വസ്തുവായി മാറ്റും. യൂദാ രാജാവായ ഹെസക്കിയായുടെ മകൻ മനാസെ ജെറൂസലേമിൽ ചെയ്തു കൂട്ടിയ അകൃത്യങ്ങളുടെ ഫലമാണിത്. കർത്താവ് അരുളി ചെയ്യുന്നു, ജെറൂസലേം, ആര് നിന്നോട് കരുണ കാണിക്കും? ആര് നിന്റെ മേൽ സഹതാപം പ്രകടിപ്പിക്കും? നിന്റെ ക്ഷേമം അന്വേഷിക്കാൻ ആര് നിൽക്കും? നീ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, നീ എനിക്ക് പുറംതിരിഞ്ഞു. അതുകൊണ്ട് ഞാൻ നിനക്കെതിരെ കൈനീട്ടി നിന്നെ നശിപ്പിച്ചു, ദയ കാണിച്ചു ഞാൻ മടുത്തു. അവരുടെ നാട്ടിലെ പട്ടണങ്ങളിൽ വെച്ച് വീശുമുറം കൊണ്ട് ഞാൻ അവരെ പാറ്റി. ഉറ്റവരുടെ വേർപാടിലുള്ള വേദന അവരിൽ ഞാൻ ഉളവാക്കി. എൻ്റെ ജനത്തെ ഞാൻ നശിപ്പിച്ചു, എന്നിട്ടും അവർ തങ്ങളുടെ വഴികളിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. അവരുടെ വിധവകളുടെ സംഖ്യ കടൽ തീരത്തെ മണലിനേക്കാൾ ഞാൻ വർദ്ധിപ്പിച്ചു. യുവാക്കന്മാരുടെ മാതാക്കളുടെ മേൽ നട്ടുച്ചയ്ക്ക് ഞാൻ വിനാശകനെ അയച്ചു. കഠിന വേദനയും ഭീതിയും അവരുടെ മേൽ പെട്ടെന്ന് പതിക്കാൻ ഞാൻ ഇടയാക്കി. 7 മക്കളുടെ അമ്മയായവൾ ക്ഷീണിച്ചു തളർന്നു, അവൾ അന്ത്യശ്വാസം വലിച്ചു. പകൽ നേരത്ത് തന്നെ അവളുടെ സൂര്യൻ അസ്തമിച്ചു. ലജ്ജയും അവമാനവും മാത്രം അവൾക്ക് ശേഷിച്ചു. ശേഷിച്ചിരിക്കുന്നവരെ ഞാൻ അവരുടെ ശത്രുക്കളുടെ മുൻപിൽ വെച്ച് വാളിനിരയാക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ അമ്മയെ, നിനക്ക് ദുരിതം. നാട്ടിലെങ്ങും കലഹത്തിനും കലാപത്തിനും കാരണക്കാരാകാൻ എന്നെ നീ പ്രസവിച്ചതെന്തിന്? ഞാൻ കടം കൊടുത്തിട്ടില്ല, വാങ്ങിയിട്ടുമില്ല, എന്നിട്ടും എല്ലാവരും എന്നെ ശപിക്കുന്നു. കർത്താവേ, അവരുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയോ പ്രയാസങ്ങളുടെയും ദുരിതങ്ങളുടെയും കാലത്ത് ഞാൻ എൻ്റെ ശത്രുക്കൾക്ക് വേണ്ടിയോ യാചിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്രകാരം സംഭവിച്ചു കൊള്ളട്ടെ. വടക്കു നിന്നുള്ള ഇരുമ്പോ പിത്തളയോ ആർക്കെങ്കിലും ഒടിക്കാനാവുമോ? നിന്റെ പാദങ്ങൾ മൂലം നിന്റെ സമ്പത്തും നിക്ഷേപങ്ങളും വില കൂടാതെ കവർച്ച വസ്തുക്കളെ പോലെ രാജ്യത്തുടനീളം ഞാൻ വിതരണം ചെയ്യും. നിങ്ങൾക്ക് അപരിചിതമായ ഒരു ദേശത്തേക്ക് ശത്രുക്കൾക്കടിമകളായി നിങ്ങളെ ഞാൻ അയക്കും. എന്തെന്നാൽ നിങ്ങളെ ദഹിപ്പിക്കാൻ എൻ്റെ കോപാഗ്നി കത്തിപ്പടരുന്നു. കർത്താവേ, അങ്ങേക്കറിയാമല്ലോ, എന്നെ അനുസ്മരിക്കണമേ.
എന്നെ സ്പർശിക്കണമേ. എന്നെ പീഡിപ്പിക്കുന്നവരോട് എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യണമേ. അങ്ങയുടെ ക്ഷമയാൽ ശത്രുക്കളെ നശിപ്പിക്കാൻ ഇടയാക്കരുതേ. ഞാൻ അവമാനിതനാകുന്നത് അങ്ങേക്ക് വേണ്ടിയാണെന്ന് ഗ്രഹിക്കണമേ. അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു. അവ എനിക്ക് ആനന്ദാമൃതമായി, എൻ്റെ ഹൃദയത്തിന് സന്തോഷവും. എന്തെന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, ഞാൻ അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത്. ഉല്ലാസ ജീവിതം നയിക്കുന്നവരോട് ഞാൻ സഹവസിക്കുകയോ അവരോടൊത്ത് സന്തോഷിക്കുകയോ ചെയ്തില്ല. അങ്ങയുടെ കരം എൻ്റെ മേലുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഏകാഗിയായി കഴിഞ്ഞു. അമർഷം കൊണ്ട് അങ്ങ് എന്നെ നിറച്ചിരുന്നു. എന്താണ് എൻ്റെ വേദന മാറാത്തത്? എൻ്റെ മുറിവ് ഉണങ്ങാൻ കൂട്ടാക്കാതെ വിങ്ങുന്നത് എന്തുകൊണ്ട്? ഇടയ്ക്കിടെ ഞാൻ വെള്ളം വറ്റിപ്പോകുന്ന അരുവിയെ പോലെ അവിടുന്ന് എന്നെ വഞ്ചിക്കുമോ? കർത്താവ് അരുളി ചെയ്യുന്നു, നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കാം. വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. അവർ നിന്റെ അടുക്കലേക്ക് വരും, നീ അവരുടെ അടുക്കലേക്ക് മടങ്ങിപ്പോവുകയില്ല. ഈ ജനത്തിന് മുൻപിൽ ഒരു പിത്തളക്കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, അവർ വിജയിക്കുകയില്ല. എന്തെന്നാൽ നിന്നെ രക്ഷിക്കാനും മോചിക്കാനുമായി ഞാൻ നിന്നോടുകൂടെയുണ്ട്. കർത്താവ് അരുളി ചെയ്യുന്നു, ദുഷ്ടന്റെ കയ്യിൽ നിന്ന് ഞാൻ നിന്നെ വിടുവിക്കും, അക്രമിയുടെ പിടിയിൽ നിന്ന് നിന്നെ ഞാൻ വീണ്ടെടുക്കും. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ പത്രോസിന്റെ സിംഹാസനം സ്മരിക്കുന്ന പൊൻസുദിനമാണ്. ഇന്ന് പത്രോസിന്റെ പരമാധികാര സിംഹാസനത്തിന്റെ തിരുനാൾ. സ്വർഗത്തിന്റെ താക്കോലുകളും കുഞ്ഞാടുകളുടെയും ചെമ്മരിയാടുകളെയും മേയ്ക്കാനുള്ള അധികാരവും പത്രോസിനെ ആണല്ലോ ലഭിച്ചിട്ടുള്ളത്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശേഷം പത്രോസ് കുറെ നാൾ പലസ്തീനായിൽ ചിലവഴിച്ചു. അതിനുശേഷം അന്ത്യോക്യയിലേക്ക് പോയി അവിടെ 7 കൊല്ലം താമസിച്ചിരുന്നു. റോമിലേക്ക് പോകുന്നതിന് മുൻപ് ഏതാനും സംവത്സരം അദ്ദേഹം അന്ത്യോക്യയിൽ ആസ്ഥാനം ഉറപ്പിച്ചിരുന്നു. അന്ത്യോക്യയിൽ നിന്ന് പുറപ്പെട്ട് പത്രോസ് പൗലോസിനോടൊപ്പം റോമായിൽ സുവിശേഷം പ്രസംഗിച്ചുവെന്നും ഇരുവരും നീറോ ചക്രവർത്തിയുടെ കാലത്ത് ഒരേ ദിവസം തന്നെ രക്തസാക്ഷിത്വം വരിച്ചുവെന്നും പരമ്പരാഗതമായി നാം വിശ്വസിച്ചു വരുന്നു. 2 മഹാ അപ്പസ്തോലന്മാരായ പത്രോസ് പൗലോസ്മാരുടെയും അടിസ്ഥാനത്തിൽ സ്ഥാപിതമായിരിക്കുന്ന എത്രയും ശ്രേഷ്ഠവും മഹത്വമായ സഭയാണ് റോമാസഭ. പത്രോസിന്റെ സിംഹാസനമാണ് റോമ എന്ന് വിശുദ്ധ സപ്രിയൻ പറയുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ഈ തിരുനാൾ ദിനം പത്രോസിന്റെ ഇന്നത്തെ പിൻഗാമിക്ക് വേണ്ടി നാം തീക്ഷ്ണമായി പ്രാർത്ഥിക്കേണ്ടതാണ്. വിശുദ്ധരായ അജപാലകന്മാരെ നൽകണമേ എന്ന് നാം ദൈവത്തോട് അപേക്ഷിക്കുകയും വേണം. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ ഒരു നല്ല ദിവസം, ഒരു ഞായറാഴ്ച ദിവസം നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.